വെൽക്കം ടു ബർമുഡ ദുബായ്. മോനെ എങ്ങനെ അതാ നമ്മൾ ബർമുഡ ലാൻഡ് ചെയ്യാൻ പോണോ? വെള്ളത്തിന്റെ കളർ നോക്കൂ. I'm from Kerala. You're from Kerala? Yeah. Okay. Oh, here, right? Okay, okay. Yeah. Thank you so much. നിങ്ങളൊക്കെ താങ്ക് യു പറഞ്ഞ് പഠിക്കണം. ഇവിടുത്തെ ബസ് ഡ്രൈവേഴ്സിന്റെ യൂണിഫോം ഒക്കെ അങ്ങനെയാണ്. നിക്കർ, പിന്നെ മുട്ടറ്റം വരെയുള്ള സോക്സ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6 മണി. ഞാൻ എയർപോർട്ടിലേക്ക് പോകണം. രാവിലെ ഞാൻ താമസിച്ച ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇവിടെ ഇവർ ഹോട്ടലുകാർ തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിടും. അവർ ഹിൽട്ടൻ്റെ ഹോട്ടലാണ്, അപ്പോൾ അവർ എയർപോർട്ട് പിക്കപ്പും ഡ്രോപ്പൊക്കെ ഉണ്ട്. പോകാൻ നേരം ഹംഗ്രി ആണോ ട്രൈ ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബാഗ് പോലത്തെ ഒരു സാധനം തന്നു. ഭക്ഷണമാണ്, അത് വിശക്കുമ്പോൾ കഴിക്കാം. ഞാനതുകൊണ്ട് കയ്യിലെടുത്തു. രാവിലെ ആൾക്കാരൊക്കെ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. എയർപോർട്ടിനടുത്ത് താമസിക്കുന്ന ഹോട്ടലുകളിലാണെങ്കിൽ നമുക്ക് എയർപോർട്ടിലേക്ക് ഫ്രീ ആയിട്ട് അവർ ഡ്രോപ്പ് ചെയ്യും. അതേപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് പിക്കപ്പ് ചെയ്തുകൊണ്ട് വരും. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ കിട്ടും. അത് ഓൾമോസ്റ്റ് എല്ലാ രാജ്യത്തും കിട്ടുന്ന ഒരു സംഭവങ്ങളാണ്. ആ ഹോട്ടലുകളിലേക്ക് ആൾക്കാരെ കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു എക്സ്ട്രാ ആഡ് ഓൺ ബെനിഫിറ്റ് ആണത്. അപ്പോൾ ഇവിടെ ഇവർ നിൽക്കുന്നത് കണ്ടില്ല, അതായത് ഇറങ്ങിയിട്ട് ക്യൂ നിൽക്കുകയാണ്. അതിനകത്ത് കയറാൻ പോലും ആരും ഇടി ഉണ്ടാക്കാതെ ക്യൂ നിൽക്കുകയാണ്. കണ്ടോ? Going to Terminal C. Thank you. അങ്ങനെ നമ്മൾ ബോസ്റ്റൺ ലോഗൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കാണുന്ന വണ്ടിയിൽ കയറി വന്നിരുന്നു. ഫുള്ളായിരുന്നു വണ്ടി. സോ നമ്മുടെ പെട്ടി എടുക്കുക, പോവാം. താങ്ക് യു. ബോസ്റ്റൺ എയർപോർട്ടിൽ എനിക്ക് തോന്നുന്നു ടെർമിനൽ ABCDE എന്നും പറഞ്ഞ് കുറേ ടെർമിനലുകളുണ്ട്. 6 റൺവേ ഉള്ള എയർപോർട്ടാണ്. ഇവിടെ ഓരോ ടെർമിനലും ഓരോ എയർലൈൻസിൽ പറിച്ചു കൊടുത്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനറൽ എഡ്വാർഡ് ലോറൻസ് ലോഗൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു. പുള്ളി ബോസ്റ്റൺ നിന്നുള്ള ഒരു മഹത് വ്യക്തിയായിരുന്നു. പൊളിറ്റീഷ്യനായിരുന്നു, മിലിറ്ററി പേഴ്സൺ ആയിരുന്നു. ഇവിടുത്തെ ബോസ്റ്റണിലെ ആളുകൾക്ക് വേണ്ടി പണ്ട് കാലത്ത് 1800കളിലൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹൗ ഡു യു വാണ്ട് ടു ഫൈൻഡ് യുവർ റിസർവേഷൻ? ബോർഡിംഗ് പാസ്, പാസ്പോർട്ട് കൊടുക്കാം. യെസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഒരു എയർപോർട്ട് അറിയപ്പെടുന്നത്, ജനറൽ എഡ്വാർഡ് ലോറൻസ് ലോഗൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് അകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് നോക്കൂ, ഇവിടെ ജെറ്റ് ബ്ലൂവിൻ്റെ വിളയാട്ടം. അപ്പുറത്ത് ജെറ്റ് ബ്ലൂവിൻ്റെ ഒരു സൂപ്പർ മാരിയോടെ ജെറ്റ് കിടപ്പുണ്ട്. ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ അത് കിട്ടുമോ എന്നുള്ളത്. ആ പോകുന്ന അമേരിക്കൻ എയർലൈൻസ് കണ്ടില്ലേ, അത് വേറെ ടെർമിനലിൽ നിന്നും വരുന്നതാണ്. അതാ കൈസ് നോക്കൂ, സൂപ്പർ മാരിയോ വിമാനം കണ്ടിട്ടുണ്ടോ? സൂപ്പർ മാരിയോ വിമാനം ജെറ്റ് ബ്ലൂവിൻ്റെ എയർബസ് A320 വിമാനമാണ് ഈ കാണുന്നത്. അത് അവർ സൂപ്പർ മാരിയോ തീമിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലൗഡ് സ്റ്റോപ്പ് ക്രൂസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിപൊളിയായിട്ട് കിടുക്കാച്ചിയായിട്ട് വെച്ചിരിക്കുന്നുണ്ടോ. നമ്മൾ ജപ്പാനിൽ പോയപ്പോൾ ഇതുപോലെയുള്ള കുറേ പിക്കാച്ചു വിമാനങ്ങളും പിന്നെ അവിടുത്തെ കുറേ അനിമേ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ വിമാനങ്ങളൊക്കെ കണ്ടിരുന്നു. ഇവിടെ നമുക്ക് സൂപ്പർ മാരിയോയുടെ വിമാനമാണ് കാണാൻ സാധിക്കുന്നത്. ഹായ്, I can use my priority pass, right? Yes, but it depends what bank you have it with. Yeah, I have it. Yeah, it's showing. Yeah. What is? It's for a single seat, right? And then I'll sit. Yeah, there's one. Yeah, thank you. ഇതെന്താ പരിപാടി എന്നറിയോ? നമുക്ക് പ്രയോറിറ്റി പാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കയറിയും ഭക്ഷണം കഴിക്കാൻ പറ്റും. അതായത് ലോഞ്ച് മാത്രമല്ല, നമുക്ക് ഭക്ഷണം കഴിക്കാനും പറ്റും. അപ്പോൾ ഇതൊരു ഇറ്റാലിയൻ സ്റ്റേക്ക് ഹൗസ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് എനിക്ക് $28 വരെയുള്ള സാധനങ്ങൾ എനിക്ക് വാങ്ങാൻ പറ്റും. അതാണ് സംഭവം. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ചിക്കൻ സോസേജ്, പിന്നെ ബ്രെഡ്, പൊട്ടറ്റോ, സ്ക്രാമ്പിൾഡ് എഗ്, പിന്നെ ഗ്രീൻ ടീയും ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് ആക്ച്വലി മെനു പ്രകാരം ഇത് പോർക്കായിരുന്നു. ഞാൻ പോർക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ചിക്കൻ സോസേജ് വന്നു. ഞാൻ എയർപോർട്ടിൽ എനിക്ക് 1.5 മണിക്കൂർ സമയമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇത് കഴിച്ചു. ഒരു ഹോട്ടലിൽ നിന്ന് തന്നത് ബണ്ണും ആപ്പിളും ആയിരുന്നു. അത് ഞാൻ ബാഗിൽ വെച്ചു. അത് കുറച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിക്കാം. ഈ യാത്രാക്കടയിൽ നമുക്ക് എവിടെ നമുക്ക് സൗജന്യമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പൈസ മുടക്കാതെ ഫുഡ് കഴിക്കാൻ പറ്റുമോ അന്നേരം നമ്മൾ ഫുഡ് കഴിക്കുക. സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്റ്റോർ ചെയ്യുക. ദാറ്റ്സ് ഹൗ യു ക്യാൻ സേവ് മണി. പക്ഷേ ലോഞ്ചിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഹോട്ടലിൽ നിന്നും പാക്ക് ചെയ്തെടുത്ത് അവർ തരികയാണെങ്കിൽ ഓക്കെ. അതല്ലാതെ അവിടെ നിന്ന് എടുത്ത് ബാഗിലിട്ടുകൊണ്ട് പോകരുത്, നാണക്കേടാ. ആ ഒരു കാര്യത്തിൽ പല സ്ഥലങ്ങളിലും ഇന്ത്യക്കാർക്ക് പേരോഷം കേൾക്കാറുണ്ട്. നമ്മൾ വാരി വലിച്ചെടുത്തുകൊണ്ട് പെട്ടിക്കകത്തിട്ടുകൊണ്ട് പോകുമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ എല്ലാം ടിപ്പൊക്കെ ചോദിച്ചു വാങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് ഇവർ ആക്ച്വലി ഞാൻ പൈസ കൊടുത്തതല്ലേ, അപ്പോൾ ടിപ്പ് കൊടുക്കാൻ വേണ്ടി ഇവർ ഈ സാധനം കൊണ്ടു തന്നു. എന്താണ് ബില്ല് കൊണ്ടു തന്നു. അപ്പോൾ $5 ടിപ്പ് വെക്കാം. അത് $5 കൂടുതലല്ല, 22% എന്ന് പറഞ്ഞാൽ $4 തരുന്നുള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, $5 ഇരിക്കട്ടെ, വേറെ വഴിയില്ല, കൊടുത്തേ പറ്റുള്ളൂ, ഇല്ലേ പേര് വിളിക്കാതെ. എൻ്റെ കയ്യിലാണ് അതിൽ കുറച്ച് ചില്ലറയേ ഇല്ല. സോ ടിപ്പ് എന്ന് പറയുന്നത് അമേരിക്കയിൽ ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഗൈസ്. നമുക്കത് കൊടുത്തേ പറ്റുള്ളൂ. എന്ത് ചെയ്താലും കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെയാണ്. അങ്ങനെയല്ല, എല്ലാം അവർ കഴുത്തിന് പിടിച്ച് വാങ്ങിക്കും.
രാവിലെ നല്ല മൂടിയ കാലാവസ്ഥയാണ്. അല്ലെങ്കിൽ ഈ കാനഡയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് ഈ ബോസ്റ്റൺ എന്ന് പറയുന്നത്, മസാച്യുസെറ്റ്സ് എന്ന് പറയുന്ന ഈ സ്ഥലം. അപ്പോൾ ഇവിടെ മിക്കവാറും തണുപ്പും ബാക്കിയുള്ള സംഭവങ്ങളും അങ്ങനെ മൂടിയ കാലാവസ്ഥയൊക്കെയുള്ള സ്ഥലമായിരിക്കും. നമുക്ക് പോകേണ്ട എയർക്രാഫ്റ്റ് വന്നിട്ടില്ല, ഇപ്പോൾ വരും. ആ എയർക്രാഫ്റ്റിലായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ബർമുഡ എന്ന് പറഞ്ഞ അടുത്ത രാജ്യത്തേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്നത് അലാസ്ക എയർലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അലാസ്ക റീജിയനിലുള്ള ആ ഭാഗത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന അവിടുത്തെ എയർലൈനാണത്. പിന്നെ അമേരിക്കൻ എയർലൈൻസിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. അമേരിക്കൻ ഈഗിൾ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അവിടെ കിടപ്പുണ്ട്. ഗൈസ് രാവിലെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പറഞ്ഞുകൊണ്ട് ഈ കിടക്കുന്നതാണല്ലോ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി. 6 റൺവേ ഉള്ളൊരു വിമാനത്താവളമാണിത്. എന്നിട്ട് ഇവിടെ ഇത്രയും തിരക്കാണ്. അതിനിടയ്ക്ക് ഒരു ചെറിയ കുഞ്ഞൻ വിമാനവും പോകുന്നുണ്ട് എങ്ങാണ്ടൊക്കെ. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ബർമുഡ ഐലൻഡിലേക്ക് പോകാനുള്ള ആ ഒരു വിമാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയ വിമാനമാണ്. ഇത് നാരോ ബോഡി വിമാനത്തിൽ തന്നെ ചെറിയ കുഞ്ഞൻ വിമാനമാണ്. 2x3 സീറ്റിംഗ് ലേഔട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. എന്താ സ്ട്രെയിറ്റ് ലൈൻ എന്നെ നോക്കി വിമാനം വരുന്നത് കണ്ടോ. എങ്ങാനും ബ്രേക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നിരിക്കും. എന്താല്ലേ, ഇവിടെ ആരും പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. ഇവിടെ ഒരു മെഷീൻ കെട്ടിക്കുന്നുണ്ടോ, ഈ മെഷീനിലുണ്ടാവും ആ കറക്റ്റ് ഡീറ്റെയിൽസ്. അത് നോക്കിയായിരിക്കും അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. മറ്റേ നമ്മൾ ഈ വണ്ടി നിർത്തി പണ്ടൊക്കെ നമ്മൾ ടയറിനിടയിൽ ആപ്പ് വെക്കത്തില്ല, അല്ലെങ്കിൽ കല്ല് വെക്കത്തില്ലായിരുന്നോ, അതേപോലെ ഒരു സാധനം വിമാനം നിർത്തി കഴിയുമ്പോഴത്തേക്കിനും അവർ കൊണ്ടുവയ്ക്കും. നമ്മുടെ സൂപ്പർ മാരിയോ വിമാനം അതാ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. അവിടെ എല്ലാം കൂടെ പോയി ക്യൂ കിടക്കുവാണ്, ഈ ക്യൂ നിൽക്കുവാണ്. അതിൻ്റെ അതിനിടയ്ക്ക് ഒരു ഫെഡെക്സും കൂടെ വരുന്നുണ്ട്. ഡെൽറ്റ ഇവിടുത്തെ ഒരു ടോപ്പ് എയർലൈനാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയോ ഡെൽറ്റയിൽ ഫ്ലൈ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ കുറേ രാജ്യങ്ങൾ പോകുന്നതല്ലേ, അപ്പോൾ ഇനി അങ്ങോട്ട് ഫ്ലൈയിങ് കുറേ ഇഷ്ടം പോലെ ഉണ്ട്. അമേരിക്കൻ എയർലൈൻസ്, ഡെൽറ്റ, സ്പിരിറ്റ്, പിന്നെ ജെറ്റ് ബ്ലൂ, ഇതൊക്കെ കുറേ വിമാനങ്ങളുണ്ട്. പിന്നെ കരീബിയൻ എയർലൈൻസ്, ഇൻ്റർ കരീബിയൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഗൈസ്. ഇത് ഹവായിയൻ എയർലൈൻസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹവായി ഐലൻഡ് ഉണ്ടല്ലോ, ഏതാ US-ൻ്റെ മറ്റൊരു സ്റ്റേറ്റാണ് ഹവായി എന്ന് പറയുന്നത്. അതൊരു ദ്വീപാണ്, അത്യാവശ്യം വലിയൊരു ദ്വീപാണ്. അവരുടെ എയർലൈനാണ്. അതിൻ്റെ മേലെ കൂടെ മറ്റേ ഹെലികോപ്റ്ററൊക്കെ പറന്ന് വരുന്നത്. എന്തോന്നടേ ഇത്. അതിനിടയ്ക്ക് അലാസ്ക പോകുന്നു. എന്തുവാ ഇത്, മൊത്തം ഇത് തന്നെ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിമാനങ്ങളുള്ളതും ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ളതുമായിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്കയിലുള്ള അത്രയും വിമാനത്താവളങ്ങൾ ലോകത്ത് വേറൊരു രാജ്യത്തും ഇല്ല. അത്രയധികം വിമാനത്തിൽ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എയർപോർട്ടുകളിൽ അത്യാവശ്യം തിരക്കും. ആ തിരക്കിനെ അവർ വളരെ കൃത്യമായിട്ട് വളരെ മനോഹരമായിട്ട് മാനേജ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വിമാനത്തിലേക്ക് മറ്റേ ഫുഡും കാര്യങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കാണുന്നത്. ഈ വിമാനത്തിൽ ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ജെറ്റ് ബ്ലൂവിൻ്റെ വിമാനങ്ങളിൽ ഒരു ഫ്രീ ആയിട്ട് വൈഫൈ ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെ അതിലടി കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇത് കിടലിനാണല്ലോ, അടിപൊളി സീറ്റൊക്കെ നോക്കി. നമ്മുടെ പ്രീമിയം വിസ്താര എയർലൈനൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ. ഫ്ലൈറ്റ് ഫുള്ളോടൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സീറ്റ് ബാക്കിലാണ്. 21. ഇത് കിടലിന് കേട്ടോ, നല്ല അടിപൊളി ഫ്ലൈറ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. 21 ആൽഫ. ഇതാണ് എൻ്റെ സീറ്റ്. എന്ത് നല്ല ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സെറ്റപ്പ്. സോ ദിസ് ഈസ് മൈ സീറ്റ്. ഇത് അടിപൊളി കേട്ടോ, നല്ല കിട്ടില്ല. ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ വേറെയാണ്. ഇത് എയർബസ് A220 വിമാനമാണ്. ഞാൻ ആദ്യമായിട്ടുണ്ട് 220 വിമാനത്തിൽ കയറുന്നത്. നമ്മൾ 320, 321 എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ 220 എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവർ ഇംഗ്ലീഷും പിന്നെ സ്പാനിഷ് ആണെന്ന് തോന്നുന്നു കേട്ടോ. യെസ്, ഇവിടെ ഈ ബോസ്റ്റൺ വന്നപ്പോഴത്തേക്കിനും സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ധാരാളം ആളുകളെ ഞാൻ കണ്ടു ഈ ഭാഗത്ത്. ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കിനും അവിടെ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് പോലും മനസ്സിലാവാത്ത ആൾക്കാർ, എൻ്റെ ഹോട്ടലിൽ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആൾക്കാർ. അമേരിക്കയിൽ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട്. ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർ അമേരിക്കയിലുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? യെസ്, ഇംഗ്ലീഷ് അറിയാത്ത ധാരാളം ആൾക്കാർ അമേരിക്കയിലുണ്ട് ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ട്, അതങ്ങനെയാണ്. അപ്പോൾ ഇതൊരു 1 വർഷം പഴക്കമുള്ള, ഏകദേശം നല്ല ബ്രാൻഡ് ന്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റത്തില്ല, 1 വർഷം പഴക്കമായി ഒരു പുതിയ വിമാനമാണ് 220 വിമാനം. അപ്പോൾ ഇതിൽ 3x2 സീറ്റിംഗ് ലേഔട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇവിടെ 2 സീറ്റും അപ്പുറത്ത് 3 സീറ്റും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വിമാനത്തിൽ ഈ വെയിറ്റൊക്കെ ബാലൻസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ പരിധികളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം അടിപൊളി. ലെതറാണെന്ന് തോന്നുന്നു, ലെതറാണോ എന്തോ എനിക്കറിയില്ല. റെക്സിലാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് സാധനങ്ങളാണ്. എല്ലാം ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചല്ലേ വിമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ സീറ്റ് നോക്കി എന്ത് ഇളകിയിരിക്കുന്നത്. നല്ല കുഷനൊക്കെ ഉള്ള അടിപൊളി സീറ്റ്, നല്ല കംഫർട്ടബിൾ സീറ്റാണ്. എന്തൊരു ലെഗ് സ്പേസ് ഉണ്ടെന്ന് നോക്കി. ഇവിടെ ഞാൻ ബാഗ് താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ കുറേ എയർലൈൻ വീഡിയോസ് ഇട്ടപ്പോൾ അങ്ങനെ താഴെ കുറേ ആൾക്കാരുടെ പരാതി കണ്ടായിരുന്നു. പരാതിയല്ല, കംപ്ലയിൻറ്റ്.
ഞാൻ താങ്ക് യു പറഞ്ഞ് ഓവറാക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ എടാ, നിങ്ങളൊക്കെ താങ്ക് യു പറഞ്ഞ് പഠിക്കണം. നമുക്ക് ആരെന്ത് ചെയ്താലും നമ്മൾ തിരിച്ച് താങ്ക് യു പറയണം. ഒരു താങ്ക് യു പറയുന്നതിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നമ്മുടെ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ് താങ്ക് യു പറയാന്നുള്ളത്. അത് പറഞ്ഞ് ശീലിക്കണം. വിദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം എത്ര താങ്ക് യു കേൾക്കും, എത്ര സോറി കേൾക്കും. ഇതൊന്നും അറിയാത്ത ആൾക്കാർ, ഇപ്പം ഞാൻ വിമാനത്തിലിരിക്കുമ്പോൾ എയർ ഹോസ്റ്റസ് കൊണ്ടുവന്ന് വെള്ളം തന്നു, തൊട്ടേനും പിടിച്ചതിനെല്ലാം താങ്ക് യു പറയുന്നു, ഗ്ലാസ് വെക്കുമ്പോൾ താങ്ക് യു പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ട് എന്നെ തെറി വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കളിയാക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് കളിയാക്കിക്കൊണ്ടിരുന്നോ? ലോകം കാണാത്തതിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ പുറത്തിറങ്ങി ലോകം കാണുമോ? അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുട്ടികൾക്കെങ്കിലും ഒരു താങ്ക് യു പറയാൻ പറഞ്ഞു കൊടുക്കൂ. നമ്മൾ എത്ര ആൾക്കാർ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബസ്സിൻ്റെ ഡ്രൈവറോടോ കണ്ടക്ടറോടോ താങ്ക് യു പറയും. നമ്മൾ പറയുമോ? ഇല്ല. പക്ഷെ അങ്ങനെയാണ് ലോകമെല്ലാം ചെയ്യുന്നത്. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആർക്കാണെങ്കിലും എവിടെയാണെങ്കിലും എല്ലായിടത്തും താങ്ക് യു പറഞ്ഞ് പഠിക്കുക. അല്ലാതെ താങ്ക് യു പറയുന്നവരെ കളിയാക്കല്ല വേണ്ടത്. പക്ഷെ എൻ്റെ പൊന്നതേ, എൻ്റെ സീറ്റിൽ എൻ്റെ പേര് വരെ വന്നു ഗൈസ്. ഈ സംഭവം എയർ ഇന്ത്യയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇത് അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സുജിത്ത്, ഹായ് സുജിത്ത്, ഇസ് ദിസ് യു? ഞാൻ പറഞ്ഞു യെസ്, ദാറ്റ് ഈസ് മീ, കമോൺ, യെസ്. ഈ സംഭവം കൊള്ളാം. വെൽക്കം സുജിത്ത്, ഫ്ലൈഫൈ എന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് വൈഫൈ ഉണ്ട്. ഞാൻ എൻ്റെ പേരും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. ഇവിടെ നിന്ന് 2 മണിക്കൂറാണ് നമുക്ക് ബോസ്റ്റണിൽ നിന്ന് ബെർമുഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളത്. ഇവിടുന്ന് ബെർമ്യൂഡ എന്നാണ് ഇതിൽ പറയുന്നത്. ബെർമ്യൂഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 22,000 രൂപയായി എനിക്ക് ഈ ഒരു വിമാനത്തിൽ ടിക്കറ്റ് എടുക്കാൻ. എന്നിട്ട് ഞാൻ 2 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. പൊതുവെ എക്സ്പെൻസീവാണ് അമേരിക്കയിൽ വിമാനയാത്ര. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ മറ്റേ ചെക്കിൻ ബാഗും കൂടെ ഉണ്ടെങ്കിൽ ഡബിൾ പൈസയാവും. എൻ്റെ കയ്യിൽ ചെക്കിൻ ബാഗ് ഉണ്ടല്ലോ, ഇല്ലാണ്ട് പോകാൻ പറ്റില്ലല്ലോ. സീറ്റൊക്കെ സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഈ പറഞ്ഞ പൈസയാവും. ബർമുഡ പൊതുവെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഐലൻഡാണ്. ഈ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഐലൻഡിലേക്കാണ് ഞാൻ പോകുന്നത്. ബർമുഡ, മാൾഡീവ്സ് അല്ല, ബർമുഡയാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് വലത്തേക്ക് വന്ന് മാറി. വേറെ ആൾക്കാരില്ലല്ലോ. ഇവിടെ കുറേ ഐലൻഡുകളൊക്കെ കാണാം. അമേരിക്കയിൽ ഇഷ്ടംപോലെ ഐലൻഡുകളുണ്ട്. ആ ഐലൻഡിൽ അവിടെ എയർപോർട്ട് വരെ ഉണ്ട്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് പറഞ്ഞാൽ ഇതിനകത്ത് ഫ്രീ വൈഫൈ ഉണ്ടായിരുന്നു. കണക്ട് ചെയ്തു, നല്ല സ്പീഡുണ്ട്. ഇതിനകത്തുള്ള എല്ലാ പാസഞ്ചേഴ്സിനും ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടും. ജെറ്റ് ബ്ലൂവും അതേപോലെ തന്നെ ഡെൽറ്റയും ഫ്രീ വൈഫൈ കൊടുക്കുന്നുണ്ട്. അമേരിക്കൻ എയർലൈൻസിൽ പെയ്ഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ സ്നാക്സ് കൊണ്ട് തരുന്നുണ്ട്. I'll take this. Oh, plantain chips. Oh, നമ്മുടെ പേര് ഗൈസ്, പ്ലാന്റൈൻ ചിപ്സ്. ഇത് അടിപൊളി. ഗുഡ്. അതും പിന്നെ ഒരു ചോക്ലേറ്റ് ചിപ്സ് എന്നും പറഞ്ഞുകൊണ്ടൊരു സാധനം കൂടെ അടിപൊളി. ഇവിടെയൊക്കെ കണ്ടില്ലേ എത്ര പ്രായമായിട്ടുള്ള ആൾക്കാരാണ് എയർ ഹോസ്റ്റസുമാരായിട്ടുള്ളതെന്ന് നോക്കി. എന്നിട്ടാണ് നമ്മളൊക്കെ കളിയാക്കുന്നത് എയർ ഇന്ത്യയിൽ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരുമാണ്. എയർ ഇന്ത്യയിലൊക്കെ ഇപ്പം യൂത്തായി, യുവാക്കളായി, പിള്ളേരായി. എയർ ഇന്ത്യയിലെ അമ്മൂമ്മമാരൊന്നുമില്ല. അമേരിക്കയിലും UK ഒക്കെ പോയി നോക്കണം. നല്ല പ്രായമായിട്ടുള്ള ഓസ്ട്രേലിയ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ള ആൾക്കാർ, മുടി നരച്ചും അതേപോലെ തന്നെ തൊലിയൊക്കെ ചുളുങ്ങിയിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്. സ്കിന്ന് വരെ ചുളുങ്ങിയിട്ട് അത്രയും പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ എയർ ഹോസ്റ്റസ് ആയിട്ട് ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് മിനി സ്നാക്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അവർ ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആൽക്കഹോളിക് അല്ല, നോൺ ആൽക്കഹോളിക്. പെപ്സി, കൊക്കക്കോള, പിന്നെ ജ്യൂസ്, അങ്ങനെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ പെപ്സിയും കോള ഒന്നും കുടിക്കേണ്ടാത്തതുകൊണ്ട് ഞാൻ ഒരു ഗ്രീൻ ടീ വാങ്ങിച്ചു. ഒരു ഡങ്കിൻ എന്ന് പറഞ്ഞ അമേരിക്കൻ ഒരു കുത്തക ബ്രാൻഡുണ്ട്, ഒരു ചെയിനുണ്ട്, ഡങ്കിൻ ഡോണട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവരുടെ ചായയും കാപ്പിയൊക്കെയാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അവർ ശരിക്കും ഇങ്ങനെ ഒരു ഗ്ലാസ് തന്നു. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ടീ, ഇത് ഒരു ടിഷ്യൂ പേപ്പർ, ഈ ഗ്ലാസ് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചായ ഇത് ചൂടുവെള്ളം മാത്രമാണ് ഇതിനകത്ത് ഇട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കടുപ്പം കഴിഞ്ഞിട്ട് അതെടുത്ത് മാറ്റിയിടുന്നതിന് വേണ്ടിയാണ് ഈ ഗ്ലാസ് വരുന്നത്. ഇപ്പോൾ ഫ്രീ വൈഫൈ ഉണ്ട്, പിന്നെ ഫ്രീ സ്നാക്സ് ഉണ്ട്, ഫ്രീ ബിവറേജ് ഉണ്ട്. വെറുതെ ഫ്രീ അല്ല, എല്ലാം നല്ല കാശ് വാങ്ങിച്ചിട്ടാണ്, വെറുതെ അല്ല. അങ്ങനെ നമ്മൾ ബെർമുഡ എത്താറായി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ബെർമുഡ ദ്വീപിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. ആ കാണുന്ന സ്ഥലമാണ് ബെർമുഡ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. അത്രേ ഉള്ളൂ, ആ കാണുന്ന അത്രയും സ്ഥലങ്ങളേ ഉള്ളൂ. ഏകദേശം 160ഓളം വരുന്ന ചെറുതും വലുതുമായ ദ്വീപുകൾ കണക്ഷനായിട്ടുള്ള ഒരു സ്ഥലമാണ് ബെർമുഡ. ഇവര് ബെർമ്യൂഡ എന്നാണ് പറയുന്നത്, ബെർമ്യൂഡ. നമുക്ക് ദൂരെ ആ ഭാഗത്തായിട്ട് അവിടെയാണ് നമ്മുടെ റൺവേ, അവിടെയാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ മോനെ അങ്ങനെ അതാ നമ്മൾ ബെർമുഡ ലാൻഡ് ചെയ്യാൻ പോകണോ. വെള്ളത്തിൻ്റെ കളറ് നോക്കൂ,
ഒരു രക്ഷയില്ല പോലെ കിട്ടില്ല വെള്ളത്തിന് കളർ. ഇവിടെ ഞാൻ ഡ്രോൺ വിഷ്വൽസ് എടുത്ത് തകർക്കും. അതാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരു ദൂരെ ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ കണ്ടോ, പൊളി. എൻ്റെ ദൈവം, ഇത് കിടില സ്ഥലം കേട്ടോ. വിമാനത്തിൽ എന്തോ റബ്ബർ ബാൻഡിൻ്റെ സൗണ്ട്, റബ്ബർ ബാൻഡ് വലിയുന്ന പോലത്തെ സൗണ്ടൊക്കെ കേൾക്കാം. അങ്ങനെ നമ്മൾ ബർമുഡയിലെ എൽഎഫ് വെയ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മൾ അമേരിക്കയിൽ നിന്ന് വന്ന് ലാൻഡ് ചെയ്യുകയാണ്. ബർമുഡ എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയാണ്. ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയാണ്, അതുകൊണ്ട് ഇത് വേറെ രാജ്യമാണ് എന്ന് പറയാം. പക്ഷേ ഇത് ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ആയതുകൊണ്ട് തന്നെ വേറെ രാജ്യമായിട്ട് UN അംഗീകരിച്ചിട്ടുമില്ല. ഇവർക്ക് വേറെ രാജ്യമാവണ്ട എന്ന് പറഞ്ഞ് ഇവർ റഫറൻഡം 1995 ആക്ച്വലി ഒരു റഫറൻഡം വന്നിരുന്നു. ആ സമയത്ത് ഇവർക്ക് പുതിയ രാജ്യമാവണ്ട, ഇവർക്ക് ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ആയിട്ട് തന്നെ നിന്നാൽ മതി എന്ന് ജനഹിതം വന്നതോടുകൂടി വേറെ രാജ്യമാകാതെ, ഇൻഡിപെൻഡൻസ് ആവാതെ ഇപ്പോഴും ബ്രിട്ടൻ്റെ ഓവർസീസ് ടെറിട്ടറി ആയിട്ട് തന്നെ തുടരുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യമാവേണ്ടിയിരുന്ന എന്ന രാജ്യമല്ലാത്ത ഒരു രാജ്യമാണ് ബർമുഡ എന്ന് പറയുന്ന സ്ഥലം. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ബർമുഡ ട്രയാങ്കിൾ എന്നല്ലേ. ആ ബർമുഡ ഇതല്ല, ആ ബർമുഡ വേറെയാണ്. അത് വേറെ സ്ഥലത്തെ ബർമുഡയാണ്. നമ്മൾ ബർമുഡ എന്ന് പറഞ്ഞ രാജ്യത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഐറാലോ വഴി ഈസിം എടുക്കാം. അല്ലെങ്കിൽ ബർമുഡ മാത്രമല്ല, ഈ കരീബിയൻസിൽ ഏകദേശം 26ഓളം രാജ്യങ്ങളിൽ നമുക്ക് ഐലൻഡ് ഹോപ്പർ എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ സിം കാർഡ് എടുക്കാൻ സാധിക്കും. അത് വെച്ചിട്ട് നമുക്ക് 26ഓളം രാജ്യങ്ങളിൽ നമുക്ക് കരീബിയൻസിലെയും വെസ്റ്റ് ഇൻഡീസിലെയും 26ഓളം രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സിം കാർഡ് ഞാൻ ഐറാലോ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇൻ്റർനാഷണൽ യാത്രകൾ പോകുമ്പോഴത്തേക്കിനും ഐറാലോ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപയോഗിച്ച് നിങ്ങൾക്ക് നേരത്തെ ആ രാജ്യത്തെ സിം ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടുന്നതായിരിക്കും. ഐറാലോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സുജിത്ത് 4285 എന്നും പറഞ്ഞുകൊണ്ടൊരു കൂപ്പൺ കോഡ് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഒരു $3 കിട്ടും. അപ്പം 250 അല്ല, 24 1300 എടുത്ത് വരും. $3 എന്ന് പറഞ്ഞാൽ എനിക്കും കിട്ടും $3. ഒരു വിൻ വിൻ സിറ്റുവേഷൻ. ഐറാലോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർ VPN യൂസ് ചെയ്യേണ്ടി വരും, എന്നാലേ കിട്ടുകയുള്ളൂ. കാരണം ഐറാലോ ചില സമയത്ത് നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടത്തില്ല. പുറത്തുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതൊരു ചെറിയ എയർപോർട്ടാണ്. അവിടെ അപ്പുറത്തും ഇപ്പുറത്തെല്ലാം വെള്ളം കാണാം, പിന്നെ അതിനിടയ്ക്കൂടെ റോഡ് പോകുന്നത് കാണാം. സോ ഇറ്റ്സ് ടൈം ടു ഗെറ്റ് അപ്പ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ബർമുഡ ഐലൻഡിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം. ഇത് ഈ എയർക്രാഫ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇൻറ്റീരിയറും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം നല്ല പ്രീമിയം സെറ്റപ്പാണ്. താങ്ക് യു, ബൈ. പൈലറ്റൊക്കെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടോ? ഓ നൈസ്. നമുക്കിവിടെ ഇമിഗ്രേഷൻ ഉണ്ട്. ശരിക്കും അമേരിക്കയിൽ നിന്ന് ഫ്ലൈറ്റ് കയറാൻ നേരം ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് എന്നോട് മറ്റേ റിട്ടേൺ ടിക്കറ്റോ അല്ലെങ്കിൽ സംഭവം ചോദിച്ചിട്ടില്ല. പക്ഷേ ആസ് പെർ ദ റൂൾ നമ്മുടെ കയ്യിൽ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടാവണം എന്നാണ്. നമുക്ക് ഒരു രാജ്യത്ത് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ചോദിക്കുമായിരിക്കും, അറിയില്ല. ലെറ്റ്സ് സീ. എന്തായാലും നമുക്കിപ്പം നേരെ ലെറ്റ്സ് ഗോ ടു ഇമിഗ്രേഷൻ. പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും നല്ല ചൂടാണ്. ബോസ്റ്റണിൽ നല്ല തണുപ്പായിരുന്നു. ഞാൻ അവിടെ നിന്ന് തണുപ്പത്തുനിന്ന് ചൂടത്തേക്കാണ് വന്നിരിക്കുന്നത്. ബോസ്റ്റണിന് ശരിക്കും അമേരിക്കയിൽ നിന്ന് ഒരു 1000-1200 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഐലൻഡ് മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ ഇതിനോട് ചുറ്റിപ്പറ്റി വേറെ സമീപത്തൊന്നും വേറെ ഒന്നുമില്ല. നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ, അതായത് അറ്റ്ലാന്റിക് ഓഷ്യനിലെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഇവിടുത്തെ അമേരിക്കക്കാരുടെ ഒരു ഡെസ്റ്റിനേഷനാണ് ഈ കാണുന്ന നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ബർമുഡ എന്ന് പറയുന്നത്. ഒട്ടേറെ പ്രത്യേകതയുള്ള ഈ രാജ്യത്ത് ഞാൻ 1-2 ദിവസം താമസിക്കുന്നുണ്ട്. സോ വി വിൽ എക്സ്പ്ലോർ ദ ഐലൻഡ്. വെൽക്കം ടു ബർമുഡ. ബക്കാടിയുടെ പരസ്യം വെച്ചാണല്ലോ വെൽക്കം ടു ബർമുഡ എഴുതിയേക്കുന്നത്. ഇവിടെ മൊത്തം മദ്യത്തിൻ്റെ പരസ്യം ഗൈസ്. ദ വേൾഡ്സ് മോസ്റ്റ് അവാർഡഡ് ഡ്രം ബക്കാടി. മൊത്തം ബക്കാടി കേട്ടോ. ബർമുഡ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നതല്ലേ. കിടിലൻ എയർപോർട്ടാട്ടോ. എനിക്ക് എൻ്റെ മേളിൽ കണ്ടില്ലേ കുറേ പല നിറത്തിലുള്ള ഫ്ലാഗുകളും ബാക്കിയുള്ള സംഭവമുള്ള ഫ്ലാഗാണ്, എന്താ അംബ്രല്ല പോലത്തെ സാധനങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് ഗൈസ്. ഇങ്ങനെ ബർമുഡ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ഒരു ലിക്കർ സ്റ്റോർ ഉണ്ട്, ഒരു ഡ്യൂട്ടി ഫ്രീ ലിക്കർ സ്റ്റോർ. എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. US-ൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് വരുന്നതിലും അഫോർഡബിൾ ആണ് ഇവിടെ നിന്നും വാങ്ങുമ്പോൾ എന്നെനിക്ക് ഇവിടെ വന്ന് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഗൈസ്. യാ സോ നമ്മുടെ പെട്ടി വന്നല്ലോ. ജെറ്റ് ബ്ലൂ ബോസ്റ്റൺ. എൻ്റെ പെട്ടിയല്ലേ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്? യെസ്, ദർ ഇസ് മൈ പെട്ടി ഗൈസ്. അല്ലേ, സോറി ഗൈസ്, അതെൻ്റെ അല്ല. ഐ തോട്ട് ഇറ്റ്സ് മൈൻ. ഐ ഹാവ് ദ സെയിം ബാഗ്. പെട്ടി വരുന്നേ ഉള്ളൂ ഗൈസ്. അങ്ങനെ ഞാൻ എയർപോർട്ടിന് പുറത്തിറങ്ങി വന്നു ഗൈസ്. വാവ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എയർപോർട്ട്.
ഇവിടെ വേറെ സംഭവങ്ങൾ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല, തിരക്കോ ബഹളോ ഒന്നുമില്ലാത്ത വളരെ നീറ്റായിട്ടുള്ള ഒരു കിഡിലൻ എയർപോർട്ട്. എനിക്ക് ഇവിടെ പുറത്തുണ്ട് ഒരു ലിക്കേഴ്സ്. ഇവിടെ മൊത്തം വന്നപ്പോൾ പോലെ ലിക്കറിൻ്റെ കളികളാണല്ലോ. എല്ലാത്തിൻ്റെയും ലിക്കറിൻ്റെ ആൽക്കഹോളിൻ്റെ പരസ്യമാണ് മൊത്തത്തിൽ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. നമുക്കിനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ടാക്സി ഒന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര കത്തിയായിരിക്കില്ല. പിന്നെ കാറും ബൈക്കും ഒക്കെ റെൻറ്റിന് കിട്ടും, പക്ഷെ അതൊക്കെ വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുള്ളൂ. എയർപോർട്ടിൽ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ നമുക്കിവിടെ നിന്ന് ബസ്സുണ്ട്. ഈ ബസ്സിൽ കയറിയിട്ട് നമ്മളിന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, പ്രത്യേകിച്ച് താമസ സൗകര്യങ്ങളൊക്കെ. ഇറ്റ്സ് വെരി ഹോട്ട്. Not actually, but where is the bus stop here? Bus stop? How big is your bag? It might not take you. Right where that blue thing's hanging. Behind that? Okay, thank you. Right there. Thank you. അവർ പറഞ്ഞത് ബസ്സുണ്ട്, പക്ഷേ ചില സമയത്ത് ഈ ബാഗ് അവർ കയറ്റില്ല എന്നാണ് പറഞ്ഞത്. ബാഗ് കയറ്റിയില്ലെങ്കിൽ ടാക്സി എടുത്ത് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അയ്യോ എത്ര രൂപ ആവുന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ബസ് സ്റ്റോപ്പ് ഇവിടെ എവിടെയോ ആണ്, പോയി നോക്കിയിട്ട് വരാം. ഇത് കിടിലനാണല്ലോ ബ്രോ. പക്ഷെ എൻ്റെ പൊന്നെ, ഇത് കിടുക്കാച്ച എയർപോർട്ട്, നല്ല കിടില സ്ഥലം. ഇനിയിപ്പോൾ നമ്മൾ ഇതല്ല, ഇതിനപ്പുറത്തെ നല്ല കിടിലൻ എയർപോർട്ടുകളും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ നമ്മൾ കാണാൻ പോവാണ്. കരീബിയൻ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാൻ പോകുന്നത് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. സോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലം. എവിടെയാണ് ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്? ഐ ഡോണ്ട് നോ വെർ ഈസ് ദ ബസ് സ്റ്റോപ്പ്. പോയി നോക്കാം. ആർ യു ഫ്രം ബർമുഡ? യു ആർ ബർമുഡിയൻസ്? ഓക്കെ. ഐ ആം ജസ്റ്റ് വിസിറ്റിംഗ്. ഐ ആം ഫ്രം ഇന്ത്യ. Yeah, I'm from India. Huh? You're from Goa? No, I'm from Kerala. You're from Kerala? Yeah. Okay. How do you know? Yeah, friends. We have friends. You have friends from India here? Yeah. Oh, that's cool. Yeah, from Kerala, Chennai, Goa. Really? Yeah. Okay. Where's all the spices made to? Oh yeah, that's true. Yeah. Okay, so I think that's going to St. George. Yeah. And not to You've been Hamilton. here before? No, I'm coming here first time. Yeah. You sound like you knew where everything was. I've done some couple of research. Yeah. Okay, so I don't know. It looked like it's a bus stop over there. Let me see. Let me find it out. I think it should be there. It's just in front enough. Just acting. Yeah, when I asked a lady, she told me to go somewhere this side. I don't know. It's okay. I'll find it out. Anyway, I appreciate it. Thank you so much. Bye. Okay, my Yeah, friend. bye. You enjoy See the you. rest of the day. Yes. What's your name? Sujit. Sujin? Sujit. Suji. Yep. How long are you here for, Suji? I'm here for 3 days. 3 days? Just 3 days? Yeah. I'm on a budget travel, and Bermuda is very expensive for me. You know that. Okay. Yeah. But for 3 days, it's Yeah, I think I can see the Yeah. island You in see 3 a little days. bit. Yeah. 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 But you enjoy yourself, Mr. Suji. Yeah. Thank you so much. Okay. Appreciate. Bye bye. You have a great Bye bye. day. Bye bye. Yeah. Oh, that's coming here. Yeah. Oh, here, right? Okay, okay. Right Yeah. there. Thank you so much. Appreciate. I'll do that. Yeah. Thank you. Thank you. Thank you. It's okay. നല്ല ആൾക്കാരാ. Yeah, that is also going to St. George. Yeah, not one. Yeah. Okay, thank you. No. Okay. Okay. Yeah, so I have to take a cab. They won't let me in. Yeah, with the suitcase. It's okay. Yeah. നല്ല ഫ്രണ്ട്ലി ആൾക്കാരാണ് കേട്ടോ. സോ എനിക്ക് ഇവിടെ നിന്ന് ടാക്സി എടുത്തേ പറ്റുള്ളൂ. There is no other way. Yeah, because I can't take a bus. How much is Sky too. Yeah. Okay, come with me. Do you accept card? Yes. Yeah, you accept card, right? Yeah. How much it is to Hamilton? Bus stand? The bus terminal? To the bus terminal, it's flat rates inside. Okay, fine. It's okay. Thank you. നല്ല കൊല്ലം റേറ്റ് എനിക്ക്. എന്നാലും ഇറ്റ്സ് ഓക്കെ. Go to the bus terminal. Yes. My friend will come and pick me up from there. Yeah, because the buses don't take the big bags. Oh, that's sad. Because most cars don't take credit card, so I'm one of the few. Oh, that's nice. Okay. 55 in Hamilton. $55. Yeah. Dollars. Okay. Same 1-to-1 with the US dollar. Okay. Here in Bermuda. Oh, Bermudian dollars is 1-to-1 with US dollars, right? Yeah. Oh, okay. That's great. Same dollar value. But that's very easy to trade. Yeah, you have to change. Yeah. So you accept US dollars, and you have a currency of Bermudian dollar currency, right? Yes. Okay. We have our own currency as well as we accept the US dollar. But how come it should be pound, right? Should be pound, Yeah. Because we belong to England. Yeah, because I have been to Gibraltar. You know Gibraltar? Yeah. I have been to Gibraltar, and they have Gibraltar pounds. Yeah, but no. No, you use dollars. Years when before I was born, when I was young. Okay. They had pounds and pence. Oh, okay. But Bermuda now is more or less, even though we belong to England, there's a lot of US companies here, Uh-huh. like the reinsurance and insurance. Okay. So we piggy banked our economy
off of the US dollar rather than the pound. Yeah. Can I ask you something? Sure. You don't want to become an independent country? Some people do and some people don't. The reason why some people don't is because, okay, we're 21 square miles, right? Uh-huh. We don't produce anything. Okay, that's true. So we have to import everything. So Okay. there's no export of anything. That's so true. even though we pay for our own economy, you know, we pay our own bills Mhm. because of tourism used to be number one, is number two now. Number 2? What is number 1 now? International business. International business. Reinsurance. Bermuda's the reinsurance capital of the world. Okay. So all the high risk insurance is here based in Bermuda. Oh, that's something new for me. Yeah. Okay, I thought it's a complete tourist place. No, Yeah, it used to okay. be years ago. It used to be tourism, but now it's business tourism, more or less. Business. that's all the big good. companies are here, like Chubb, Bacardi, Rum. Aha. All their headquarters are here. They have the headquarters, or are they making? They have the productions also. They have, well, not the production here, Okay. but the actual Oh, offices. okay. So the government might be offering some kind of financial. Garmin, all those different companies have affiliations with the reinsurance companies because that's who insures Coca-Cola, Garmin, Nike, everything. Okay. So what is your name? My name is Vaughn. Vaughn. Vaughn, yeah. Are you born in? Born and raised. What's your name? I'm Sujit. Sujit? Yeah, I'm from India. India, yeah. Yeah. Yeah, Bermuda, see, and a lot of people want to go independent, but a lot of people are afraid of going independent. Okay. Because of the fact of, you know, with politics, Mhm. everybody goes, you know, with promises, and then when they get in power, they change. Okay. You know, they do what they want. I understand. Yeah, that's true. Another thing is that there's always the fear in your back of your mind. Suppose there was a catastrophe in Bermuda. Mm-hmm. Who's going to help us? Mm-hmm. You know, if we needed anything, you know, I mean, I'm sure US may help us or someone, but it'll be at a cost. Okay. ചെറിയ റോഡാണ്. ചെറിയ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ റോഡ്. നമുക്ക് ഇങ്ങനത്തെ ചെറിയ വഴി, നമ്മുടെ നാട്ടുവഴികളൊക്കെ പോലെയുള്ള ചെറിയ കുഞ്ഞു വഴികളിലൂടെ വേണം നമ്മൾ വണ്ടി ഓടിച്ച് പോകാനായിട്ട്. 2 വീലേഴ്സ് ധാരാളമായിട്ടുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് കാർ റെൻറ്റിന് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ 2 വീലറും പിന്നെ വേറെ ഒരു ടൈപ്പ് ചെറിയ കുഞ്ഞു വണ്ടിയുണ്ട്. അത് രണ്ടും മാത്രമേ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. കാരണം ഇവിടെ ടൂറിസ്റ്റുകളും കൂടെ വന്ന് കാർ റെൻറ്റിന് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ അതൊന്നും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടുത്തെ റോഡിനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും എൻ്റെ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ ഇത്രയും നേരം എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. It's okay, it happens. Yeah, but people make it time. Yeah. Look. Okay. Hi. There he is, right here. Okay. Hi Anil, how are you? How you doing? Good. All good. Nice to meet you. Yeah, I wasn't sure which side, so I That's said, okay. yeah, this is the better side. Thank you so much. Go the other side. You're not being This side, yeah, how good. How are you? Yeah, I'm good. I All you honey? couldn't take this on the bus, man. Oh, man. Yeah. It doesn't look that heavy. I mean, it doesn't look that big. I don't know. Let's see. You can try. Traffic, bro, I'm sorry. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി. ഈ കാണുന്ന ബസ്സിൽ കയറി. ഈ മുമ്പിലിരിക്കുന്ന ചേച്ചി എന്നെ ടിക്കറ്റ് എടുക്കാൻ സഹായിച്ചു. ആ ചേച്ചി ടിക്കറ്റ് എടുക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ടിക്കറ്റ് ഇല്ലായിരുന്നു. ഒരു എന്തോ പേപ്പറോ കോയിനോ അങ്ങനെ എന്തോ ഒരു സംഭവം കൊടുത്തിട്ട് അവർ ടിക്കറ്റ് എടുത്തു. ഇവിടുത്തെ ബസ് ഡ്രൈവേഴ്സൊക്കെ നിക്കറാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ല നോക്കി. ഇവിടുത്തെ ബസ് ഡ്രൈവേഴ്സിൻ്റെ യൂണിഫോം ഒക്കെ അങ്ങനെയാണ്. നിക്കറ്, പിന്നെ മുട്ടറ്റം വരെയുള്ള സോക്സ്, അങ്ങനെ ഉള്ള രീതിയിലാണ് ഇവരുടെ യൂണിഫോം ഒക്കെ. ഇതിന് ഞാൻ എത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. എൻ്റെ പൊന്നെ, ഇത് ഫുൾ പൊട്ടിയതാണ്. അവിടെ ഇവിടെയൊക്കെ പൊട്ടി. എന്തോന്നല്ലേ, ഇതിന് ബ്രേക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങോട്ട് പോകും. നൂഡിൽസ്, പിന്നെ ഫ്രൈഡ് റൈസ്, ബീഫ്. ദാറ്റ്സ് യുവർ ഹൗസ്? I stay in a house. That's no. Oh, no, no. ഒരു നാരങ്ങയ്ക്ക് 100 രൂപ ഗൈസ്. യു ലോക്കൽ? Pardon me? Are you from the Bermuda? Are you from this island? മദ്യത്തിന് വില കുറവാ. അത്